അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരളത്തിൽ ഹിജാബ് ധരിച്ചെത്തിയ ഒരു കുട്ടിയെ അധ്യാപിക സ്കൂളിൽ കയറ്റുവാൻ വിസമ്മതിച്ച ഒരു സംഭവം ഉണ്ടായത്. ഞാൻ ആലോചിച്ചു പോവുകയാണ്, എന്നു മുതലാണ് നമ്മുടെ അധ്യാപകർക്ക് ഇത്തരം വർഗീയമായ ചിന്തകൾ ഉണ്ടായത്? ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ വത്സല എന്നു പേരുള്ളൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ടീച്ചർ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി പോവുകയാണ്. പഠനത്തിൽ തരക്കേടില്ലാത്ത വിദ്യാർത്ഥി എന്ന നിലയിൽ ട്രാൻസ്ഫറായി പോകുന്ന ആ സമയത്ത് വത്സല എന്ന് പറയുന്ന ഹൈന്ദവ ടീച്ചർ മുസ്ലിമായ എന്നെ അടുത്ത് വിളിക്കുകയും, മോനെ, നീ അടുത്ത വർഷം SLC ആണ്, നിന്റെ SLCയിൽ ഞാനില്ല, അതുകൊണ്ട് നീ എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായിട്ട് A+ വാങ്ങണം, ഞാൻ ഇപ്പോഴേ നിന്നെ അതിൻ്റെ പേരിൽ ഉപദേശിക്കുകയാണ്, നിർദ്ദേശം നൽകുകയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച രംഗം ഞാൻ ഓർത്തു പോവുകയാണ്. മറ്റൊരു ടീച്ചറായിരുന്നു ചിന്നമ്മ. അവരൊരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരാണ്. ഒരു മുസ്ലിം പോലും അയൽവാസിയായിട്ടില്ലാത്ത ഒരു നാട്ടിൽ നിന്നാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ അവർ പഠിപ്പിക്കാൻ വരുന്നത്. പരിശുദ്ധമായ റമദാൻ മാസം എത്തിയാൽ അവർ ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കുമായിരുന്നില്ല. അവർക്ക് നോമ്പായതിൻ്റെ പേരിലല്ല. അവരോട് ചോദിക്കും, എന്തേ ടീച്ചർ ഉച്ചയ്ക്കുള്ള ആഹാരം കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നൊരു മറുപടി, എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ആഹാരം കഴിക്കുമെന്നുള്ളതാണ്. എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞത് അവരുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെട്ട സ്വന്തം മക്കളെയല്ല. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മുസ്ലിം കുഞ്ഞുങ്ങൾ, അവർ നോമ്പുകാരായിട്ട് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ സ്റ്റാഫ് റൂമിൽ ഇരുന്നാണ് കഴിക്കേണ്ടതെങ്കിലും എനിക്കെങ്ങനെ കഴിക്കാൻ കഴിയുമെന്ന ഒരു വലിയ ചേർത്തുപിടിക്കലിൻ്റെ പാഠങ്ങൾ നൽകിയ ഈ അധ്യാപകർ, ഇങ്ങനെയുള്ള നല്ല അധ്യാപകർ നമുക്ക് കടന്നു പോയിട്ടുണ്ട്. എന്നു മുതലാണ് മതത്തിൻ്റെ, ജാതിയുടെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, വേഷത്തിൻ്റെ, ഭാഷയുടെ അതിർവരമ്പുകൾ നിശ്ചയിക്കപ്പെട്ടുകൊണ്ട് വർഗീയത അധ്യാപകരിൽ കടന്നുകൂടിയതെന്ന് അതിശയപ്പെടുകയാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വർഗീയത അധ്യാപകർക്ക് എന്നാണോ വരുന്നത്, അത് ലോകത്തിൻ്റെ തന്നെ അന്ധകാരമായിട്ട് മാറും. കാരണം ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുട്ടിനെ നീക്കുന്നവനെന്നാണ്. ഇരുട്ടിനെ നീക്കേണ്ടവൻ കൂടുതൽ ഇരുട്ടാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ലോകം മുഴുവനും ഇരുട്ടിലായി എന്നാണ്. അധ്യാപകർ ഒരിക്കലും വർഗീയതയുടെ വക്താക്കളായി മാറരുത് എന്ന വലിയ സന്ദേശം അധ്യാപക സമൂഹം ലോകത്തിന് നൽകേണ്ട കാലം അതിക്രമിച്ചു. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒന്നായി ജീവിക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.